ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കുറേ നാളായിട്ട് നമ്മൾ വീഡിയോസിലൊന്നും വന്നിട്ടുണ്ടായില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു നൈറ്റിയുടെ കട്ടിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് ഓപ്പൺ ഒന്നും വേണ്ട, വളരെ സിമ്പിളായിട്ട് വെറുതെ ഒരു ചുരിദാർ കട്ടിങ് നൈറ്റി സ്റ്റിച്ച് ചെയ്യണം എന്നുള്ളവർക്ക് പെട്ടെന്ന് തന്നെ അതും നമുക്ക് ഒരു സ്റ്റിച്ചിങ്ങിന് കൊടുക്കാതെ എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ സ്വയം ചെയ്യാമെന്നാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ അത് നമ്മൾ എങ്ങനെ അളവെടുത്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്തായാലും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ നൈറ്റിയുടെയാണ് വീഡിയോസ് കൂടുതൽ ചെയ്തിരിക്കുന്നത്. നമ്മളെല്ലാ മോഡൽസും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോസ് ആണ് ഇനി വരാനിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ അളവുകളാണ് ഇപ്പോൾ ഞാനിവിടെ ഇത്രയും നേരം നമ്മുടെ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരുന്നത്. നമ്മളത് എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്തെടുക്കുക കേട്ടോ. നമ്മുടെ ഫുൾ ലെങ്ത്തും ചെസ്റ്റും വേസ്റ്റും ഹിപ്പ് നമുക്ക് അത്യാവശ്യമില്ല. നമ്മൾ വേസ്റ്റിൻ്റെ അവിടെ നിന്ന് തന്നെ നമ്മൾ മാക്സിമം തുണി കൊണ്ട് നമ്മൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ നമ്മുടെ ഷോൾഡറും സ്ലീവിൻ്റെ റൗണ്ടും സ്ലീവിൻ്റെ ലെങ്ത്തും ഇത്രയാണ് നമുക്ക് ഏറ്റവും. അതുപോലെ നമ്മുടെ നെക്ക്, ഫ്രണ്ടിൻ്റെ നെക്കും ബാക്ക് നെക്കും ഇത്രയാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ പിന്നെ ഏറ്റവും ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫുൾ ലെങ്ത്താണ്. ഈ രീതിയിൽ നമ്മൾ മേളിൽ നിന്ന് ടേപ്പ് പിടിച്ച് താഴേക്ക് ഇങ്ങനെ കൊടുക്കുകയാണ് നമ്മൾ വേണ്ടത്. അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഇപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ആർക്കാണെങ്കിലോ നമുക്കാണെങ്കിലോ ആളുടെ ഫുൾ ലെങ്ത്ത് നമ്മളൊന്ന് നോക്കണം. ആൾക്ക് ഹൈറ്റ് കുറവുള്ള ആളായാലും കൂടുതലുള്ള ആളായാലും നമ്മളിത് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കുക. പക്ഷേ നമ്മൾ കട്ട് ചെയ്ത് കളയരുത്. നമ്മൾ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത്, ഇപ്പോൾ ബിഗിനേഴ്സൊക്കെ ആയിട്ട് വരുമ്പോൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്താൽ മതിയാകും. അപ്പോൾ നമ്മളിവിടെ ചെസ്റ്റ് എടുത്തു. ചെസ്റ്റ് എടുക്കുന്നത് നമ്മുടെ ആ സ്ലീവിൻ്റെ 2 എൻഡ് ഉണ്ടല്ലോ, ആ എൻഡ് ടു എൻഡ് ആണ് കേട്ടോ നമ്മൾ ചെസ്റ്റ്. ഇപ്പോൾ നമ്മൾ വേസ്റ്റാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആ ഒരു ഷേപ്പ് വന്ന ഭാഗമാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ പിടിച്ച് ചെയ്യാം കേട്ടോ. നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ ഒരു ചെറിയ ചെരിവ് പോലെയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, നേരെ പിടിക്കുക. സ്ലീവിൻ്റെ ലെങ്ത്താണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ഞാനിപ്പോൾ ഫിനിഷ് ചെയ്തൊരു നൈറ്റിയാണ് അത്. ഹെമ്മൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ സെയിം ആൾക്ക് തന്നെയാണ് ഞാൻ വീണ്ടും സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ആളുടെ മെഷർമെൻ്റാണ് കേട്ടോ നമ്മൾ വെച്ച് ചെയ്യുന്നത്. ഇനി നമ്മൾ ഫ്രണ്ട് നെക്ക് നോക്കുകയാണ്. ഫ്രണ്ട് നെക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ കറക്റ്റ് ഷോൾഡറിൽ പിടിച്ചിട്ട് നമ്മൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ അരയിഞ്ച് കൂടുതലാണ് എപ്പോഴും നമ്മൾ എടുക്കേണ്ടത്. കാരണം നമ്മുടെ ഷോൾഡറിലോട്ട് കയറി പോകുമല്ലോ കുറച്ച്. അപ്പോൾ നമ്മൾ അത് നോക്കി എടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ഫ്രണ്ടിൽ ഓപ്പൺ കൊടുക്കുന്നില്ല. നമ്മുടെ ഫ്രണ്ട് ഓപ്പൺ ഇല്ലാതെ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഫീഡ് ചെയ്യുന്നവർക്കും അങ്ങനെയുള്ളവർക്കും നൈറ്റിക്ക് ഫ്രണ്ടിൽ കട്ടിങ് വേണം. പക്ഷെ അല്ലാത്തവർക്ക് അങ്ങനെ വേണ്ടാന്ന് താല്പര്യമുള്ളവരുണ്ടാവുമല്ലോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മെഷർമെൻറ്റ്സ്. അപ്പോൾ ഫുൾ ലെങ്ത്ത് 56 ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിൽ നമ്മളൊന്നും ചെയ്യണ്ട. ഇപ്പോൾ തൽക്കാലം കിട്ടുന്ന മാക്സിമം നമ്മൾ എടുക്കുകയാണ്. ചെസ്റ്റ് 22.5, വേസ്റ്റ് 21.5, ഫ്രണ്ട് നെക്ക് 5.5, ബാക്ക് നെക്ക് 3.5, സ്ലീവ് റൗണ്ട് 6, സ്ലീവ് ലെങ്ത്ത് 11 അപ്പോൾ ഇതിൽ എത്രയൊക്കെ ആഡ് ചെയ്യണം നമ്മൾ? ഇപ്പോൾ നമ്മൾ 2ആയിട്ടുള്ള ഒരു കണക്കാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ ചെസ്റ്റ് 22.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം 45ഓളം വരും. ഓക്കെ, 22.5 പകുതിയാണ് അതിൻ്റെ. ഓക്കെ, അപ്പോൾ നമ്മളിതാ ഇവിടെ നമ്മുടെ മാർക്ക് ചെയ്യേണ്ട പോർഷൻ, മീൻസ് മാർക്ക് ചെയ്യേണ്ട നൈറ്റ് നമ്മളിവിടെ മെറ്റീരിയൽ എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് തന്നെ നമ്മൾ ഇതുപോലെ 4ആയിട്ട് നല്ല ഭംഗിയിൽ മടക്കിയെടുക്കുക. നമ്മുടെ നൈറ്റിയുടെ പീസ് തന്നെ ഇതേ ഈ ഒരു അളവിലായിരിക്കുമല്ലോ, ഇങ്ങനെ വരുന്ന രീതിയിലായിരിക്കും. അപ്പോൾ നമ്മളിവിടെ ഷോൾഡറാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 7 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി അത്രയും തന്നെ ഞാനിവിടെ താഴേക്ക് എടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ അതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം പിന്നെ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ചെസ്റ്റാണ്. ഓക്കെ, ചെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ 2 ആ ഒരു കൈൻ്റെ ആ ഒരു എൻഡ് ഉണ്ടല്ലോ,
അതാണ് അവിടെയാണ് നമ്മൾ മാർക്ക് ചെയ്യുക എന്നുള്ളത്. അതായത് ഇപ്പോൾ നമ്മളിതാ ഇതേപോലെ നമ്മളിപ്പോൾ 7 താഴേക്ക് മാർക്ക് ചെയ്ത് ആ ഒരു പോയിൻറ്റിലേക്കാണ്, ആ ഒരു പോയിൻറ്റ് ടച്ച് ചെയ്തിട്ടാണ് നമ്മൾ നേരെയാണ് കേട്ടോ പിടിച്ചിരിക്കുന്നത്, ഒരു ചെരിവില്ല. അപ്പോൾ അവിടെ ടച്ച് ചെയ്യുന്ന രീതിയിൽ നമ്മളിതാ നേരെ പിടിച്ചിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എത്രയാണോ നമുക്ക് കിട്ടിയത്, ഓക്കെ, നമ്മളിങ്ങനെ നിവർത്തി വെച്ചിട്ടാണല്ലോ ഇപ്പോൾ അളവെടുത്തത്. നമുക്ക് 4 രീതിയിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 4-1 ഭാഗം പോലെ നമുക്ക് ഒന്നും കൂടി മടക്കിയിട്ടൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ നേരെ വെച്ചിട്ടാണല്ലോ, അപ്പോൾ അതാണ് നമുക്ക് 22.5 21.5 എന്നൊക്കെ കിട്ടിയത്. അപ്പോൾ നമ്മൾ എല്ലാത്തിനെയും കൂടെ ഒരു 1.5 ഇഞ്ച് മിനിമം 1 ഇഞ്ചെങ്കിലും, 2 ഇഞ്ചാണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഒരുപാട് തയ്യൽ തുമ്പിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഒന്ന് തയ്യൽ തുമ്പ് ഇടുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ മുകളിൽ നിന്നൊരു 16 വരുന്ന രീതിയിൽ മാർക്ക് ചെയ്തിട്ട് ഇവിടെയാണ് നമ്മൾ വേസ്റ്റ് മാർക്ക് ചെയ്യുന്നത്. നമ്മുടെ ടേപ്പിനൊരു ചെരിവ് പോലെ തോന്നുകയാണ് നമ്മുടെ വീഡിയോയിൽ, അങ്ങനെ ഇല്ല കേട്ടോ, നേരെയാണ് പിടിച്ചേക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ തയ്യൽ തുമ്പ് വേറെയും നമുക്ക് കിട്ടിയത് നമ്മളത് വേറെയായിട്ട് രണ്ടായിട്ട് നമ്മൾ മാർക്ക് ചെയ്യും കേട്ടോ. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് നമ്മുടെ ആ കറക്റ്റ് മെഷർമെൻ്റ് എടുത്തില്ലേ, ആ ഒരു അളവിൽ കൂടിയും ആ സീം വരുന്നത് നമ്മൾ തയ്യൽ തുമ്പായിട്ട് ഇടാനുള്ള ഒരു പോർഷനാണല്ലോ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഇനി അതൊന്ന് മാർക്ക് ചെയ്യാണ്. നമ്മൾ പോയിൻ്റ് ചെയ്തത് നമ്മൾ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുകയാണ്. അത് ശേഷം നമ്മൾ ഈ ഒരു നമ്മുടെ കൈക്കുഴി ചെയ്യുമ്പോൾ നമ്മൾ ആ തയ്യൽ തുമ്പിലേക്ക് നമ്മൾ ജോയിൻ ചെയ്തെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. നമ്മൾ ചെരിവ് എൻഡ് ചെയ്യേണ്ടത് നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത നമ്മുടെ ആ ചെസ്റ്റ് പോയിൻ്റ് ഉണ്ടല്ലോ, അതിലോട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. തയ്യൽ തുമ്പിലേക്ക് ആ ലൈൻ ലാസ്റ്റ് എത്തിച്ചു കൊടുക്കുക, അങ്ങനെയാണ് നമ്മൾ വരച്ചെടുക്കേണ്ടത്. നമുക്ക് ഇനിയും വരുന്ന വീഡിയോസിൽ അത് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇതിപ്പോൾ ഒരു ഡിസൈൻ ഉള്ളൊരു മെറ്റീരിയൽ ആയതുകൊണ്ടിട്ട് നമുക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ ഇനി ഒരു അജ്രക്കിൻ്റെ ഒരു ടോപ്പൊക്കെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കേണ്ട കേട്ടോ. അപ്പോൾ അതിൽ നമുക്ക് കുറച്ചും കൂടി വൃത്തിയായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് നൈറ്റിയിലാണെങ്കിലും ചുരിദാറിലാണെങ്കിലും എല്ലാം നമ്മൾ ഒരേ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ കൈക്കുഴി ഇതുപോലെ വരക്കാണ്. നമ്മുടെ കൈക്കുഴിയുടെ അവിടെ 1 ഇഞ്ച് മാർക്ക് ചെയ്തായിരുന്നു കേട്ടോ. പിന്നെ മുകളിലൊരു 4 ഇഞ്ചും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ഷോൾഡർ കുഴിച്ച് ഒന്ന് ചെരിച്ച് വെട്ടാനാണ്. ആ 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ബാക്കി വരുന്നത് നമ്മൾ എത്ര ഉണ്ടെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഹാഫ് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ മേളിലെ 4 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് താഴേക്ക് നമ്മൾ ചെരിച്ച് കുഴിച്ച് വരക്കാണ് നമ്മൾ ചെയ്യുന്നത്. എന്നിട്ടിപ്പോൾ നമ്മൾ വേസ്റ്റിലോട്ട് ആ ലൈൻ നീട്ടി വരക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഹിപ്പ് എടുക്കാത്തത് വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് ഹിപ്പ് നമ്മൾ സ്ലിറ്റൊന്നും എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. സോ നമ്മൾ ആ വേസ്റ്റിൽ നിന്ന് നമ്മൾ ഒന്ന് ചെരിച്ച് വെട്ടി കൊടുക്കുകയാണ് നമ്മളിവിടെ ചെയ്യണത്. ഓക്കെ, അപ്പോൾ നമ്മളിതാ ഇതുപോലെ വേസ്റ്റ് ചെയ്യുന്ന ഒന്ന് ചെരിച്ച് കൊടുക്കുകയാണ്. നമ്മൾ വെറുതെ ഒന്ന് ചെരിച്ച് അങ്ങനെ കൊടുക്കുകയല്ല, നമ്മൾ ആ ഒരു ഫിനിഷിങ് നോക്കി തന്നെ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളത് ചെരിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അടയാളപ്പെടുത്താനുള്ളത്. അപ്പോൾ താഴെ ഓൾറെഡി നിങ്ങളിപ്പോൾ ഒരു 2-3 ഇഞ്ചോ കൂടുതൽ കാണുന്നുണ്ട്, ഫുൾ ലെങ്ത്ത് നോക്കുമ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ ആദ്യമേ തന്നെ വെട്ടിക്കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നോക്കിയിട്ട് അളവ് നോക്കിയിട്ട് വെട്ടിക്കൊടുത്താൽ മതി. ചിലപ്പോൾ നമ്മൾ തയ്ച്ചൊക്കെ വരുമ്പോൾ കുറഞ്ഞ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ ഒന്ന് മടക്കി അടിച്ചാൽ മതിയാവുമായിരിക്കാം. 2 മടക്കോ ഒന്നും കൂടി ഒന്ന് മടക്കി കൊടുത്താലും മതിയായിരിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യുക. കാരണം എനിക്കൊക്കെ ഒരുപാട് ഇത് പറ്റിയിട്ടുണ്ട്. നമ്മൾ ആദ്യം തന്നെ ഫുൾ ലെങ്ത്തൊക്കെ അങ്ങോട്ട് നോക്കിയിട്ടേ
മാർക്ക് ചെയ്ത് അതങ്ങോട്ട് കട്ട് ചെയ്ത് കളയുക. പിന്നീട് ഇറക്കമില്ലാതെ വീണ്ടും അത് ജോയിൻ ചെയ്യേണ്ട ഒരു അവസ്ഥയൊക്കെ വരാറുണ്ട്. അപ്പോൾ അത് നോക്കുക. പിന്നെ നമ്മൾ ഈ ബാക്കി പീസിൽ നിന്ന് ഞാനിവിടെ സ്ലീവ് വെട്ടി എടുത്തു. നമ്മൾ ജസ്റ്റ് ഇതുപോലെ സ്ലീവിൻ്റെ ലെങ്ത്തും സ്ലീവിൻ്റെ റൗണ്ടും നോക്കുക. സ്ലീവിൻ്റെ റൗണ്ട് നമ്മൾ ആ ഒരു ആം ഹോളൊന്ന് അളന്നെടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അതൊരു 10.5 ഇഞ്ചിൽ ഞാൻ ഇതുപോലെ വെട്ടിയെടുത്തു. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതുപോലെ ഈ ബാക്കി വന്ന പീസിൽ നിന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം ഒരെണ്ണം വെട്ടിയെടുത്തത് കൊണ്ടിട്ട് നമ്മൾ അത് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ സ്ലീവിൻ്റെ ഡീറ്റെയിൽ വീഡിയോസ് എല്ലാം നമ്മൾ നേരത്തെ ഇഷ്ടം പോലെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സ്ലീവ് എങ്ങനെ തികയാതെ വന്നാൽ ചെയ്യാം എന്നുള്ള വീഡിയോസ് എല്ലാം നമ്മൾ നൈറ്റിയുടെ ഇതിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നൈറ്റിയുടെ വീഡിയോസ് നമ്മൾ ഇനി കുറച്ച് കൊണ്ടുവന്നിട്ട് കൂടുതലായിട്ട് ഇനി മറ്റുള്ള വീഡിയോസുകൾ, അതായത് നമ്മുടെ ടോപ്സ്, കുർത്തീസ്, കുട്ടികളുടെ ഫ്രോക്സ് അങ്ങനെയൊക്കെ ഉള്ളതിലേക്കും ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാനിതാ ഇതുപോലെ ഒന്ന് നമ്മുടെ ആം ഹോൾ വരുന്ന ഭാഗമാണിത്, അതിതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കൊടുക്കുന്നുണ്ട്.